Good morning, everyone. Thank you so much. I'm so sorry there was a technical glitch. How are you doing? Okay. Good morning. Good morning. എനിക്ക് ചെറുതായിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. Okay. Ready ആണോ? Are you ready for today's session, which is all about business? ബിസിനസ് സെഷനിലേക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ യെസ് വി ആർ ഇൻട്രസ്റ്റഡ്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് കമന്റ് ഡൗൺ വി ആർ എക്സൈറ്റഡ് എന്നുള്ളതിന് SE എന്ന് കമന്റ് ചെയ്യുക. സൂപ്പർ എക്സൈറ്റഡ്. ഇഫ് യു ആർ സൂപ്പർ എക്സൈറ്റഡ് ജസ്റ്റ് കമന്റ് ഡൗൺ SE. ഓക്കെ. And let me tell you, ഞാൻ ആക്ച്വലി I was out of station. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ടാണ് എന്താ വെച്ചാൽ ഇന്നത്തെ മോർണിംഗ് സെഷന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നത്. ഐ തോട്ട് ലൈക്ക് ഞാൻ ഇന്നലെ വിചാരിച്ചു നടക്കില്ല, മോർണിംഗ് സെഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു എമർജൻസി സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അപ്പൊ അത് പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റി. And now I am back and thank you so much for joining today's session. ഇന്നത്തെ സെഷനിൽ നിങ്ങളെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മളുടെ ബിസിനസ് ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ഇല്ലേ, അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ജീന ഗഫർ ഓക്കെ, വിചാരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ വിചാരം നമുക്ക് അറിയാതെ വരും. അപ്പൊ തിരുത്തണം നമ്മൾ. അപ്പൊ നമ്മൾ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതാണല്ലോ നമ്മൾ എഫേർട്ട് അല്ലേ, അതല്ലേ നമ്മുടെ ലൈക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഐ ട്രൈഡ് ആൻഡ് ഐ എം ബാക്ക് and we are doing it. So let's go. So if you're excited, just comment down. Excited ആണെന്നുണ്ടെങ്കിൽ just എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, just SE super excited. ഓക്കെ, കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് പ്രോഗ്രാം ആണ്, ബിസിനസ് ക്ലാസ് ആണ്. ബിസിനസിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്കും ഇരിക്കാം, താല്പര്യം ഉണ്ടാക്കാം, പഠിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ ഇന്നലത്തെ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ? ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ, പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ എന്താ വെച്ചാൽ ലൈക്ക് അതിന്റെ ഫസ്റ്റ് ഹാഫ് എന്താ വെച്ചാൽ ഐ വാസ് ക്വൈറ്റ് സാഡ്, റൈറ്റ്? ലൈക്ക് പല ബിസിനസ്മാരും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ബിസിനസ് നമ്മൾ സ്റ്റക്ക് ആയതുപോലെ, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് എങ്ങനെയാണ് പോകേണ്ടത്, നമ്മൾ എന്താ ചെയ്യുക, ഞാൻ ഈ ഒരു ബിസിനസ് തന്നെ ചെയ്യണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇത് ബിസിനസ്സിലാണെങ്കിലും ശരി, പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും. സോ നമ്മളുടെ സെറ്റ് ബാക്സ്, നമുക്ക് പരാജയങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ നേരിടുക, അല്ലെങ്കിൽ സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്യുക ബിസിനസ്സിൽ. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട്, നമുക്കറിയില്ല. സോ ഫോർ ദാറ്റ് നമുക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുക, നമുക്ക് നമ്മളുടെ ഒരു ഊർജം നഷ്ടപ്പെട്ടതുപോലെ, നമ്മളെ ആ ഒരു പാഷൻ നഷ്ടപ്പെട്ടതുപോലെ, നമ്മളുടെ എങ്ങനെ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടതുപോലെ, നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ, ഇനി എന്നെ കൊണ്ട് നടക്കുമോ, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ട് വല്ലാണ്ട് വരിക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ, സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. സോ ഇങ്ങനെയുള്ള സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇഫ് ദിസ് ഈസ് എക്സാക്ട്ലി ദാറ്റ് യു ആർ ഫീലിംഗ്, ഇങ്ങനൊരു സ്റ്റേജ്, ഇതിന്റെ ഏതെങ്കിലും ഒരു സിംറ്റം, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കമന്റ് ഔട്ട് മീ എന്ന് കമന്റ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഐ വാണ്ട് ടു നോ വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ സെഷൻ ഫോർ യു ഓർ നോട്ട്. ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക, ഓർ ലൈക്ക് ജസ്റ്റ് യെസ് or me, whatever it is, just comment down. So Usha Joseph പറയുന്നു yes she is going through, and Jasira പറയുന്നു yes she is going through, Abdul Majid yes me. Okay, സത്യസന്ധമായിട്ട് സംസാരിക്കുക. കാരണം നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സംഗതികൾ നമ്മൾ കീപ്പ് ചെയ്യും തോറും നമ്മൾ ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോരുക. നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, യെസ് എനിക്ക് ആ പ്രോബ്ലം ഉണ്ട് ആൻഡ് ഐ നീഡ് എ ഫിക്സിങ്, ഐ നീഡ് എ ഹെൽപ്പ്, ആൻഡ് if I can be helpful, എനിക്ക് ഹെൽപ്ഫുൾ ആകാൻ പറ്റുമെങ്കിൽ, and that I would love to do, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. I'm happy to help you. So from today, ഇന്ന് മുതൽ ആ ഒരു ഫീലിംഗിൽ നമുക്ക് ഒരു certain percentage ചേഞ്ചെങ്കിലും നമുക്ക് വരുത്തണം. ഞാൻ പറയുന്നു 100% നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി, ഓക്കെ, നിങ്ങൾ എക്സൈറ്റഡ് ആവാം, നിങ്ങൾ 100% നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്തേക്കാം, മൂഡ് ചേഞ്ച് ചെയ്തേക്കാം, നിങ്ങൾ എക്സൈറ്റഡ് ആയേക്കാം, മുന്നോട്ട് പോയേക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ചേഞ്ച് സംഭവിക്കുക, അല്ലെങ്കിൽ അത് പെർമനന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇന്നത്തെ സെഷനോട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ there will be a what we call temporary intensity of emotions which will change your energy and which will help you for couple of days.
അതായത് വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു മൂഡ് ചേഞ്ച് സംഭവിക്കാം. അത് മതിയോ? ടെമ്പററി ഇന്റൻസിറ്റി ചേഞ്ച് മതിയോ? അതല്ല പെർമനന്റ് കൺസിസ്റ്റന്റ് ചേഞ്ച് ആണ് വേണ്ടത്. വാട്ട് ഡു യു വാണ്ട്? ഇഫ് യു വാണ്ട് പെർമനന്റ് കൺസിസ്റ്റന്റ് ചേഞ്ച് ആണ് വേണ്ടത് എങ്കിൽ PC എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ PC, പെർമനന്റ് കൺസിസ്റ്റൻസി. ദാറ്റ്സ് വാട്ട് വി ഓൾ ആർ ലുക്കിംഗ് ഫോർ. തുടർച്ചയായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. സോ ജസ്റ്റ് കമന്റ് ഓൺ PC. If you have a business or if you are working on a project, if you are a very serious, a dedicated person, then you want to change your life permanently and on a consistent basis. We don't need. Let's explore and let's accept the reality that we don't need fast-paced temporary intensity. നമുക്കത് വേണ്ട. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുക, ക്വിക്കായിട്ടുള്ള റിസൾട്ട് വേണം, ക്വിക്കായിട്ടുള്ള ചേഞ്ച് വേണം, ക്വിക്കായിട്ടുള്ള ഷിഫ്റ്റ് വേണം. ദാറ്റ് വിൽ ഹാപ്പൻ. അത് നോർമലി എൻ്റെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് എന്തായാലും സംഭവിക്കാറുണ്ട്. ബിക്കോസ് അതൊരു സൈഡ് എഫക്റ്റ് ആണ്. എൻ്റെ സെഷൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു ടെമ്പററി ഇന്റൻസിറ്റി നിങ്ങൾക്ക് വരും, ടെമ്പററി ഒരു മോട്ടിവേഷൻ വരും. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാറ്റുപോയ ബലൂണ് പോലെ പിന്നെ എങ്ങനെ ഒരു തെക്ക് വടക്കില്ലാതെ ഇങ്ങനെ നടക്കും. പിന്നെയും വീട് സെഷനിൽ വന്നിരിക്കും, പിന്നെയും എന്തെങ്കിലുമൊക്കെ റെഡി ആവും, പിന്നെയും പോവും. അങ്ങനെ പോകുന്നതിന് പകരം അല്ലേ, പല ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. ലെറ്റ്സ് ലോഫ് ഇറ്റ് ഔട്ട്. നമുക്ക് നമ്മളെ നോക്കി തന്നെ എന്താ പറയാ, നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, പൊട്ടിച്ചിരിക്കാം. എന്തുവാടെ ഇങ്ങനെ. അപ്പം സാരമില്ല, ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. നമ്മൾക്ക് അങ്ങനെയാണ്, ആൻഡ് സാരമില്ല, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ്. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ലൈഫ് വിൽ ടെസ്റ്റ് അസ്. ജീവിതം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നിരന്തരം ഇത്തരത്തിലുള്ള ചാലഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ again and again you have to maintain an attitude of like a captain. ഒരു ടർബുലൻസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷുഭിതമായ കടലിലൂടെ കരക്കെത്തിക്കാൻ വേണ്ടിയിട്ട് കപ്പലിനെ നാവിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ. ക്യാപ്റ്റനെ പോലെ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, പെർഫോം ചെയ്തേ പറ്റൂ ലൈഫിൽ. പ്രോബ്ലംസ് വിൽ നോട്ട് ബി ഓവർ. Problems will not be over. Especially if you're a businessman, you are asking for more problems. You already have enough problems in your life. വേണ്ടത്ര പ്രോബ്ലംസ് പേഴ്സണൽ ലൈഫിൽ തന്നെ ഉണ്ട്. പുറമെ എന്ത് ചെയ്യാണ്, ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ഒരു 10-20 ഡിപ്പാർട്ട്മെന്റിലെ 10-20 ആൾക്കാർ കൂടെ പ്രശ്നങ്ങളും കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ലൈക്ക് ഒരു മിനിമം യു ആർ ഡീലിംഗ് യു ആർ മാനേജിങ് എ ലൈഫ് ഓഫ് 40 പീപ്പിൾ. ഒരു 19 ആൾക്കാരുടെ ജീവിതം നിങ്ങൾ മാനേജ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ പ്രോബ്ലംസ് ഉണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രോഡക്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ് മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ക്വാളിറ്റി ഓഫ് സർവീസിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫൈനാൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം, കടബാധ്യതകൾ ഉണ്ടാകാം, ക്രെഡിറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാകാം, എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂസ് ഉണ്ടാകും. ഓൾ ഓഫ് ദീസ് ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് എടുത്ത് തല കയറ്റി വെക്കലാണ് എന്ത് ബിസിനസ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് എ റിയാലിറ്റി. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് വി ആർ എ പ്രോബ്ലം സോൾവർ. നമ്മളൊരു പ്രോബ്ലം സോൾവർ ആണ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ് നമ്മൾ എടുത്തേ പറ്റും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക ആൻഡ് ദാറ്റ് വിൽ ബി ദ റിയാലിറ്റി. അപ്പൊ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഉണ്ടാകും, പക്ഷെ നമ്മൾ ഒരു പ്രോബ്ലം സോൾവർ ആണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യും, അതിൽ നമുക്ക് കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ചെയ്യുക. അപ്പൊ ഈ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് തന്നെ കൂടുതൽ പ്രോബ്ലംസ് അട്രാക്ട് ചെയ്യുന്നതിലേക്ക് നയിക്കില്ലേ? യെസ്, നയിക്കും. അപ്പൊ അതിനെ നമ്മൾ ഇനി എന്താ കാണേണ്ടത്? ഓൾ ദീസ് ബിസിനസ് പ്രോബ്ലംസ് സീ ഇറ്റ് ആസ് എ ചാലഞ്ച്. ഒരു ചലഞ്ച് ആയിട്ട് കാണുക. അപ്പൊ ചലഞ്ച് ഈസ് ലൈക്ക് സംതിങ് യു വാണ്ട് ടു ഓവർകം. നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ട കാര്യമാണ് ലൈഫിൽ. നമ്മളെന്ന് വെച്ചാൽ അത് ഓവർകം ചെയ്യേണ്ട കാര്യമാണ്. അത് ഓവർകം ചെയ്യുന്നതിനാണ്. വെൻ യു ആർ ഓവർകമ്മിങ് ഇറ്റ്, വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ ബിൽഡിംഗ് യുവർ മെന്റൽ മസിൽ. നിങ്ങളുടെ മെന്റൽ മസിൽ ബിൽഡ് ചെയ്യാണ്. സോ ദാറ്റ് മീൻസ് യു ആർ ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ദാറ്റ് മീൻസ് യു ആർ ഗ്രോയിങ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഗ്രോ ചെയ്യാണ്. ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അതിനുള്ള അവസരമാണ് ഈ ചാലഞ്ചസ് എല്ലാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും തീരില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ബിസിനസ്സിലുള്ള സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീരില്ല. ഇറ്റ് വിൽ കീപ് ഓൺ കമ്മിങ്. അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മളെ അതിന്റെ പേരിൽ നമ്മളെ സെൽഫ് സാബിറ്റാജ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ക്രിറ്റിസിസം ചെയ്യരുത്, സെൽഫ് ബ്ലെയിം ചെയ്യരുത്.
യെസ്, നമുക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. യെസ്, നമ്മൾ പരമാവധി ടാലന്റഡ് ആയിരിക്കണം, എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കണം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം, നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ള റിയാലിറ്റി ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യും, നമ്മൾ ഡിസിപ്ലിൻ അനുസരിച്ച് കമ്പനി ഡിസിപ്ലിൻ ആവും, നമ്മൾ കൺസിസ്റ്റൻസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബിസിനസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഡെഫിനറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ബിസിനസ്. പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജിലുള്ള ബിസിനസ്സുകളെല്ലാം, വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ആവാത്ത ബിസിനസ്സുകളെല്ലാം എന്താണ്, ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡഡ് അപ്പോൺ യു. നിങ്ങളുടെ പെർഫോമൻസ് അതിനെ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളോടൊരു കമ്പാഷൻ ഉണ്ടാക്കുക. എന്റെ ബിസിനസ്സിന് പോരായ്മകൾ ഉണ്ടാകാം, ദാറ്റ്സ് ഓക്കെ. എന്റെ ബിസിനസ്സിന് പോരായ്മകൾ ഉണ്ടാകാം, ദാറ്റ്സ് ഓക്കെ. എന്റെ സർവീസിന് പോരായ്മകൾ ഉണ്ടാകാം, ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് അത് ഓക്കെ അല്ല, നമുക്ക് അത് ഓക്കെ അല്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ബിസിനസ്സിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഇല്ലാതെ പോയിട്ടില്ല, കംപ്ലൈൻസ് ഇല്ലാതെ പോയിട്ടില്ല. ഈവൻ വലിയ കമ്പനികൾക്ക് വരെ ഇടയ്ക്കിടയ്ക്ക് പരാതികൾ വരുന്നുണ്ട്. സോ നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്ത് കൂടുതൽ ഡൗൺ ആകരുത്. എന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നില്ലല്ലോ, അല്ലെ ഞാൻ അത് കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ആക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് ദ തിങ് ഈസ് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങളുണ്ടാവും, സംഗതികളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബിസിനസ്സിന്റെ പെർഫെക്റ്റ് ആവണം, ഒരു പ്രോബ്ലംസ് ഇല്ലാതെ പോകണം എന്ന ഒരു തിങ്കിങ് വേണ്ട. പ്രോബ്ലംസ് വിൽ ബി ദേർ, ഹൗ ഐ ആം ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ്. ഞാൻ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഞാൻ അതെങ്ങനെ സോൾവ് ചെയ്യും, ഞാൻ അതെങ്ങനെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യും എന്ന ഒരു തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കും. ക്ലിയർ ആണോ? ഹലോ, പരമാവധി ആൾക്കാർ ഒന്ന് വീഡിയോയിൽ വരുമോ? ബിക്കോസ് ഐ ലവ് ടു സീ യു പീപ്പിൾ. കുറച്ച് ആൾക്കാർ ഇവിടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദം. അവരോട് എന്തെങ്കിലും താങ്ക്സ് പറയാണ്. ജാസിറ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ജെറി ജോസാർ ആൻഡ് വി ഹാവ് സാദിഖ്, Abdul Majid, Anida. So thank you so much. I think Abdul Majid is opening a new business, I think, right? Majid, are you starting a new business? You send me a message, right? ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്. സോ കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ ഡെയിലി വന്നിരുന്ന് പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. എവറി ഡേ ഹി ഈസ് സിറ്റിംഗ് ഹിയർ. യു ഓൾവേസ് ടെൽ മീ അബൌട്ട് ദിസ് പ്രോബ്ലം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പുള്ളി സംഗതി തകർക്കാൻ പോവാണ്. എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് ഓപ്പണിംഗ്, ഡിലൈറ്റ് അലൂമിനിയം, എന്തോ ഒരു ലൈക്ക് അലൂമിനിയം സെന്റർ LLP എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. എനിവേ, എന്തായാലും അദ്ദേഹം അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ് ഈസ് ഇൻസ്പയറിംഗ്. നമ്മുടെ സെഷനിൽ ഡെയിലി ഇരിക്കുന്ന ഗോളുകളൊക്കെ വിഷൻ ബോർഡൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വിഷ് എന്താ പറയുക, ഓൾ ദ സക്സസ് ആ ഒരു പ്രൊജക്റ്റിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ആശംസിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി ഇരുന്ന് കഴിഞ്ഞാൽ, ഇത് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യും. നിങ്ങളെ ഇങ്ങനെ അപ്പ് ചെയ്ത് കൊണ്ടുവരും. അതിനാണ് ഈ ഒരു കമ്മ്യൂണിറ്റി. ദിസ് ഇസ് ബ്രെയിൻ ജിം. രാവിലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഓൺലൈനിൽ, നമ്മളിപ്പോ ഓൺലൈനിൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ടാവില്ലേ, ആ ഫിറ്റ്നസ് ട്രെയിനിങ് പോലെ ഓൺലൈനിലുള്ള മെന്റൽ ട്രെയിനിങ്, മെന്റൽ ഫിറ്റ്നസ് ജിം ആണ്. ദിസ് ഇസ് ബ്രെയിൻ ജിം വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോയിട്ട് ആൾക്കാർ വർക്കൗട്ട് ചെയ്യും, ഫിസിക്കൽ മസിൽസ് ബിൽഡ് ചെയ്യുന്നത് പോലെ മോർണിംഗിൽ നമ്മൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ഐ ആം ദ ട്രെയിനർ ആൻഡ് യു ആർ ദ പാർട്ടിസിപ്പന്റ്. ആ ഒരു മെന്റൽ, അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ തുടങ്ങുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എവ്രി വൺ. ഫോർ ലൈക്ക് ഇങ്ങനെ മോർണിംഗിൽ വന്ന് ഇരുന്ന് പഠിച്ച് അത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ടുകൾ ഇതേപോലെ മജീദ് ഭായി ഒക്കെ ഇപ്പൊ ഷെയർ ചെയ്തതുപോലുള്ള റിസൾട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ, സോ ടേക്ക് ആക്ഷൻസ് ആൻഡ് ഇൻഫോം മീ ഓർ ഷെയർ വിത്ത് മീ യുവർ സക്സസ്, which will be very exciting for me, motivating for me to do the programs more to you. So, അപ്പോ ഇന്നത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, how can we make a great comeback? എങ്ങനെയാണ്? അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ചാലഞ്ചസ് വിൽ ബി there, accepted, don't blame it on yourself, but at the same time how you are going to solve the challenges, അതിന് റെസ്പോൺസിബിൾ ആണ്. അതിന് റെസ്പോൺസിബിൾ ആയേ പറ്റും. we have no other choice. നമുക്ക് ഒരു ചോയ്സും ഇല്ല, വേറെ ഓപ്ഷൻസ് ഇല്ല. ലൈക്ക് നമുക്ക് പ്രയാസം, നമ്മൾ ചിലപ്പോൾ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ പേഴ്സണലി നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ മൂലം നമുക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഇഷ്യൂ ശരിക്കും
നമ്മുടെ ട്രോമയായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചെറുപ്പകാലത്തിൽ നമ്മൾ അനുഭവിച്ചതാവാം, വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് അനുഭവിച്ചാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഇസ് എ പ്രോഗ്രാമിംഗ് ഹാപ്പൻ ടു അസ്. ആ പ്രോഗ്രാമിംഗ് ആണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആവാം, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ആവാം. എന്ത് തന്നെയാണ് എങ്കിലും ആ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഉള്ളിൽ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മൾ ഈ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനാണ് ഈ മോർണിംഗിൽ സെഷൻ വെക്കുന്നത്. ഈ സെഷനിൽ വന്നിരിക്കുക, ആ അവയർനെസ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, അവയർനെസ് മസിൽ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ സ്പാർക്ക് കിട്ടും, നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഡൗൺ ആയി വരും, ഡിസ്ട്രാക്റ്റഡ് ആയി വരും, വേറെ പ്രശ്നങ്ങൾ വന്നു വരും. ബട്ട് സ്റ്റിൽ കീപ്പ് ഓൺ ട്രൈയിങ്. വേറെ വഴിയൊന്നുമില്ല. കാരണം റിപ്പീറ്റഡ്ലി നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പോരായ്മകൾ ആ യാത്രകളിൽ ഉണ്ടാവും, ആൻഡ് ദാറ്റ്സ് ഓക്കെ. സ്വയം എന്ത് ചെയ്യരുത്? ബ്ലെയിം ചെയ്യരുത്. പോരായ്മകളില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യാത്ര വേണം എന്നത് ചിന്തിക്കും തോറും, ആ പെർഫെക്ഷനിസം എന്ന് പറയുന്ന തിങ്കിങ്, എക്സ്പെക്ടേഷൻസ് നിങ്ങൾ ഉള്ളിൽ കൊടുക്കും തോറും നിങ്ങൾ കൂടുതൽ ഡൗൺ ആവും എന്നുള്ളതാണ്. കൂടുതൽ ബിസിനസ്സിൽ നിന്ന് അകന്നു പോകും, കൂടുതൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും, നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെടും, നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആകും, കൂടുതൽ വിഷമത്തിലാകും, കൂടുതൽ എന്തോ സംതിങ് ഈസ് മിസ്സിംഗ് എന്ന് പറയുന്ന ഫീലിംഗ് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. ആൻഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി ദേർ. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. ആ ഫീലിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഡൗൺ ആവുകയും വിഷമിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? സംടൈംസ് നമ്മൾ ഈ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം പലപ്പോഴും നമ്മുടെ ബിസിനസ് പാളിപ്പോകാനുള്ള റീസൺ നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരും. ഈ ടെമ്പററി ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ഏത് എക്സൈറ്റ്മെന്റ്, പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നു, ആ ഐഡിയ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി കയറി ചെയ്യുന്നു. അങ്ങനെ ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിജയിപ്പിച്ച് പൂർത്തിയാക്കി റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇംപ്രൂവൈസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ച് 6 മാസം ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു സംഗതി എക്സൈറ്റ്മെന്റോട് കൂടി ഇംപ്ലിമെന്റ് ചെയ്ത് റെഡി ആകുന്നതിന് മുൻപ് തന്നെ അടുത്ത ടെമ്പററി ഇന്റൻസിറ്റി ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആര്? നമ്മളല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു ഐഡിയ ഇംപ്ലിമെന്റ്, ഇതേപോലെ സെഷനിൽ ഇരിക്കുന്നുണ്ടാവും, ക്ലാസ്സുകളിൽ ഇരിക്കുന്നുണ്ടാവും, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അതല്ലെങ്കിൽ വേറെ ആരുടെയും ബിസിനസ് കാണും, അപ്പോൾ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഐഡിയ കാണും, അപ്പോൾ അത് സേവ് ചെയ്ത് വെക്കും, അത് പ്ലാൻ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതും കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ടു മച്ച് ഓഫ് ഐഡിയാസ് നിങ്ങൾ പെർമനന്റ് ആയിട്ട്, അതായത് ഐഡിയാസ് കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യില്ല. എക്സിക്യൂഷനിൽ കംപ്ലീഷൻ നടക്കുന്നില്ല. എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഐഡിയാസ് കൊണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യൽ എക്സിക്യൂഷൻ അല്ല. സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എക്സിക്യൂഷൻ ആവുന്നത്. സോ കംപ്ലീഷൻ ഇല്ലാതെ ഇപ്പൊ നമ്മളോട് എന്ത് ചെയ്യണം വെച്ചാൽ പറയണം, എന്റെ പ്രോബ്ലം എന്താണ്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ പ്രോബ്ലം, ഞാൻ കുറേ പ്രോബ്ലംസ് പറയുന്നു, ഇതൊക്കെ റീസൺസ് ആണ്. നിങ്ങളുടെ ബിസിനസ് സ്റ്റക്ക് ആയതിന്റെ റീസൺസ് ആണ് ഞാൻ ഇപ്പം പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി പോയതിന്റെ റീസൺസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ പല ഐഡിയാസും കൊണ്ടുപോയിട്ട് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്തത് കൊണ്ട്, കംപ്ലീഷൻ നടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഐഡിയാസ് എല്ലാം നിങ്ങൾ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഇന്റൻഷണൽ, ഇറ്റ് ഈസ് പ്യൂർ ആക്സിഡന്റൽ. ആക്സിഡന്റൽ ആണ്. ആക്സിഡന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെ? ലൈക്ക് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന തോന്നലുകളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഈ ഐഡിയ ഞാൻ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുണ്ടോ? ഇത് ഞാൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുൻപ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഐഡിയനെ അത് ബാധിക്കുമോ? അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ നിലവിലുള്ള എന്റെ കമ്പനിയുടെ ഓപ്പറേഷൻസും സംഗതികളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ? ഈ ഐഡിയ കൂടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെക്കാനിസം ആണുള്ളത്? ആരൊക്കെ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യും? ഇങ്ങനെ ഒരു വ്യക്തമായ പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാതെ ഡെപ്തിൽ ഇരുന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ പ്ലാൻ ചെയ്യാനിരിക്കാൻ മനസ്സില്ലാതെ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പോയിട്ട് ടീമിനെ കൊണ്ടോ ആൾക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങൾ പോയിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് എന്താ വെച്ചാൽ എവിടെയും എത്താത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ കിടന്ന് കറങ്ങാണ്. ഏത്? നിങ്ങളുടെ ഐഡിയയുടെ ഇതിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്? ഒന്ന് അങ്ങോട്ട് പോകും, ഒന്ന് ഇങ്ങോട്ട് പോകും, ഒന്ന് അങ്ങോട്ട് പോകും. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഈ ഐഡിയ കാരണം അങ്ങോട്ട് പോകും, അവിടെ ചെന്നിട്ട് ഇടിക്കും, അവിടെ ചെന്നിട്ട് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യുന്നില്ല. ആ ഐഡിയ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ഐഡിയ കാരണം പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു ഐഡിയ ഇംപ്ലിമെന്റ്, ഓരോ ഐഡിയാസും ഓരോ സൊല്യൂഷൻസും, നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും, നമ്മളങ്ങ് ചിന്തിക്കുക ഇതാണ് എന്റെ ബിസിനസിന്റെ പ്രോബ്ലം. പ്രോപ്പറായിട്ട് പഠിച്ചിട്ടല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതാണ് എന്റെ ബിസിനസിന്റെ പ്രോബ്ലം, ഇത് നമുക്കൊരു തോന്നൽ വരികയാണ്. ഈ തോന്നലിനെ പുറത്ത് എന്ത് ചെയ്യാണ്? മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു മുറിവൈദ്യനാണ്.
നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഐഡിയാസ്, ഓരോ തോന്നലുകൾ പ്രോപ്പറായിട്ട് പഠിക്കാതെ, പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടന്റിന്റെ കോച്ചിങ്ങോ കാര്യങ്ങളോ സംഗതികളോ കാര്യങ്ങളോ ചെയ്യാതെ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ പോലും ശരിക്കും ആത്മാർത്ഥമായിട്ട് ആ ഒരു ആശയത്തിൽ, ആ സൊല്യൂഷനിൽ പ്രോപ്പറായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്ത് 2-3 ദിവസമൊക്കെ സമയം കൊടുത്ത് ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റൈറ്റ് ഐഡിയ ആണോ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ അത് അറിയാൻ പറ്റും, പക്ഷെ നമ്മൾ അത് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കത് ചെയ്യാനുള്ള ക്ഷമയില്ല, സമാധാനമില്ല. അതിനു മുൻപേ നമ്മൾ എക്സൈറ്റഡ് ആണ്. സോ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാനുള്ള ഒരു കളിപ്പാവ മാത്രമേ മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ അസുഖമാണിത്. ദിസ് ഈസ് യുവർ ട്രോമ റെസ്പോൺസ്. നിങ്ങളുടെ ടെമ്പററി ഇന്റൻസിറ്റി ട്രോമ റെസ്പോൺസ് ആണ് ഇപ്പൊ ഈ വർക്ക്ഔട്ട് ആവുന്നത്. ഏത്? നിങ്ങൾക്ക് എന്താ വെച്ചാൽ ബോറടിക്കുകയാണ്. ബിക്കോസ് നിങ്ങളുടെ ലൈഫ് അത്രയും ട്രോമാറ്റിക് ആയതുകൊണ്ടും, അത്രയും ടർബുലൻസ് ഉള്ളതായതുകൊണ്ടും, അത്രയും ചാലഞ്ചിങ് ആയതുകൊണ്ടും നിങ്ങൾക്ക് ഡ്രാമ വേണം. ഫോർ ഡ്രാമ യു നീഡ് ഓൾവേസ്. നിങ്ങൾ ഈ ഒരു ഐഡിയാസ് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് യു വാണ്ട് ടു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. You want to feel good about it because you want to do something about it. You want to feel like, I am doing something about my business. നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ബിസിനസിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ബിസിനസിനെ ഉഷാറാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ എന്റെ ബിസിനസിനെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനിങ്ങും എഫേർട്സും അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് കൊണ്ടിട്ട് ഇംപ്ലിമെന്റ് ചെയ്യലും എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ലാക്ക് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, അതല്ലെങ്കിൽ വോയിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇമോഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി ചെയ്യുന്നത്. ഇത് ബിസിനസിന് ഹെൽപ്ഫുൾ അല്ല. ഇത് ബിസിനസിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. ബിസിനസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസിന്റെ പുറത്തോ എക്സൈറ്റ്മെന്റിന്റെ പുറത്തോ നിങ്ങൾ പോയിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങൾ അതിന് സമയമെടുത്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത്, which is very boring and which is very it's really hard, ഈസി അല്ലാത്ത വളരെ ബോറിംഗ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയി പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ലോജിക്കലി അനലൈസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതല്ലാതെ എക്സൈറ്റ്മെന്റിന് പുറത്തു പോയിട്ട് ഒരു ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ട്രോമ റെസ്പോൺസ് ആണ്. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ടെമ്പററി ഇന്റൻസിറ്റി അസുഖമാണ്. മനസ്സിലാവുന്നുണ്ടോ സാറേ ഞാൻ പറയുന്നു? വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു? നിങ്ങളുടെ ട്രോമ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്? ഹലോ, യെസ്, ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. അത് നിങ്ങൾക്ക് എന്താ തരിക? നിങ്ങളുടെ ബിസിനസ് വിജയിപ്പിക്കൂല. നിങ്ങളുടെ ബിസിനസ് പലപ്പോഴും എന്താ വെച്ചാൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇത് തീരുവോ? ഈ സൈക്കിളിൽ കടന്നിട്ട് ഇങ്ങനെ കറങ്ങും. ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും. നമ്മൾ പോയിട്ട് എന്തോ ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ആവശ്യം വരും. അപ്പൊ എന്റെ പ്രോബ്ലം ഇതാണെന്ന് വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും. എന്താ വെച്ചാൽ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാണ്. ഓരോ ഐഡിയാസും, എവറി സൊല്യൂഷൻ ബിക്കംസ് അനദർ പ്രോബ്ലം അല്ലേ? ഈ ഐഡിയാസ് പിന്നെ വേറെ പ്രശ്നങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ട് എന്താ വെച്ചാൽ, സോ ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. എത്രയോ ആൾക്കാർക്ക് ഇതേ സംഭവം പേഴ്സണൽ ലൈഫിലുണ്ട്. പേഴ്സണൽ ലൈഫിൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഞാൻ ഓക്കെ എല്ലാം തോന്നുമ്പോൾ അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ കാണുമോ, ഇതാണ് എന്റെ പ്രോബ്ലം, ഓക്കെ ശരി നോട്ട് ചെയ്തു. വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക, എന്നിട്ട് നീ വേറെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക, വേറെ ക്ലാസ്സിൽ പങ്കെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ്സ് കിട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാണ് എന്റെ പ്രോബ്ലം, എന്നിട്ട് അതിന്റെ പിന്നാലെ സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ തീരുന്നില്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ സൊല്യൂഷൻ തേടുന്ന ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ട്, അതിന് അഡിക്ഷൻ ആയിട്ട്. അതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് നടന്നിട്ടില്ല. നിങ്ങൾ വേദനിച്ച് തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടുക, പെട്ടെന്ന് സൊല്യൂഷൻ ഇല്ല. ആദ്യം മനസ്സിലാക്കാം, പെട്ടെന്നുള്ളത് സൊല്യൂഷൻ അല്ല. അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ഫിക്സിങ് മാത്രമാണ്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടി, കരയുന്ന കുട്ടിക്ക് താൽക്കാലികമായിട്ട് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ സൊല്യൂഷൻ. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ജസ്റ്റ് ഒരു ക്യാൻഡി, മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പൊ എന്തോ ഒരു സുഖം കിട്ടും, അപ്പൊ എന്തോ ഒരു ആശ്വാസം കിട്ടും. ഈ കുട്ടീന്റെ പ്രശ്നം തീർന്നിട്ടുണ്ടോ? തീർന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യരുത്. ഇത് ഈ ക്യാരക്ടർ, ഈ പ്രശ്നം കൊണ്ട് നമ്മുടെ പ്രോബ്ലം ആണ് ആക്ച്വലി സോൾവ് ചെയ്യേണ്ടത്.
ബിസിനസിന്റെ പ്രോബ്ലം അവിടെ നിൽക്കട്ടെ. ബിസിനസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ ഞാനിപ്പോ ചെയ്യേണ്ടത് എന്നുള്ളത് ശരിക്കും ആലോചിക്കാൻ സമയമെടുക്കണം. ഇതെങ്ങനെയാണ്? 2 ദിവസം 3 ദിവസം ഇരുന്നിട്ട് പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യാനുള്ള മനസ്സില്ലേ, അപ്പൊ മനസ്സിലാക്കുക ഇത് എന്റെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഞാൻ കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ഐഡിയ തോന്നിയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പ്ലാനിങ് നടത്താനുള്ള ആവേശമൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല, അതിനുള്ള മൈൻഡ് ഒന്നുമില്ല. അതൊന്ന് ഇരിക്കാനോ ആലോചിക്കാനോ ആലോചിക്കുമ്പോഴേക്കും വയ്യ. അപ്പൊ മനസ്സിലാക്കണം കുട്ടിക്കാണ് പ്രശ്നം. മനസ്സിലാവുണ്ടോ? ബിസിനസ്സിനല്ല പ്രശ്നം, മോനാണ് മോൾക്കാണ് പ്രശ്നം, മോന്റെ ബിസിനസ്സിനല്ല പ്രശ്നം. ആദ്യം ഇത് ഫിക്സ് ചെയ്യണം. സോ ഫിക്സ് ദിസ്. ബിസിനസ്സിന് പ്രശ്നം ഉണ്ടാകാം, ചാലഞ്ചസ് ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകും, സൊല്യൂഷൻസ് കൊണ്ടുവരണം. ബട്ട് ദ തിങ് ഈസ്, ആർ യു റെഡി ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ? ചോദിക്കണം, ഈ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാണോ? നമുക്ക് വരുന്ന എല്ലാ ഐഡിയാസും കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മറിച്ച് എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഐഡിയാസിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആ റൈറ്റ് ആയിട്ടുള്ള ഐഡിയ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? 2 ദിവസം ഇരുന്ന് പണിയെടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡിയയുടെ പുറത്ത് പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാവും. ആ തയ്യാറുണ്ടായി എന്നിട്ട് പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് റൈറ്റ് ഐഡിയ ആയിരിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ എക്സിക്യൂഷനും സംഗതികളും പ്ലാനുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇതിന് പോകണം. എന്നിട്ട് ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ പിന്നെ കൊണ്ടുവന്നിട്ട് വേറൊരു ഐഡിയ എന്ത് ചെയ്യരുത്, തിരികെ കയറ്റരുത്. ഇതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതിനിടയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പോകണം. അതിനിടയിൽ വന്നിട്ട് എക്സൈറ്റ്മെന്റ് മൂത്തിട്ട് വീണ്ടും ഈ അസുഖം വളരും. വേറെ ഏതെങ്കിലും പ്രോബ്ലം കൂടി ഫിക്സ് ചെയ്യാം. നോ, സ്ലോലി ഫിക്സ് ഈച്ച് ആൻഡ് എവറി ഏരിയ. ഇറ്റ് മേ ടേക്ക് ടൈം ഓഫ് 2 years. ഒരു ബിസിനസിന്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ, കറണ്ട് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ 2 വർഷം മിനിമം എടുക്കും. നമ്മൾ വിചാരിക്കുമോ ഇതെല്ലാം എനിക്ക് 3 മാസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യണം. ഇത്രയും കാലം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഫിക്സ് ചെയ്യാൻ പറ്റും? വീണ്ടും വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഒന്ന് ഏകദേശം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് അത് ഫിക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക്കലി പ്രോബ്ലംസ് ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ മിനിമം 2 years എടുക്കും. എന്നാൽ അത് കുറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കുറക്കാൻ പറ്റും. എങ്ങനെ? ചെറിയ ബിസിനസ് ആണ്, കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ, കുറച്ച് സംഗതികളേ ഉള്ളൂ, കുറച്ച് മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് മേ ബി 6 മാസത്തിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 3 months ഫിക്സ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് കുറച്ച് കാര്യങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ, എന്റെ ബിസിനസ് ഇങ്ങനെ ഒന്ന് മാറിയാൽ മതി, ഇത്രയൊന്നും മാറിയാൽ മതി, ഒരുപാട് വളർച്ചയൊന്നും വേണ്ട. പക്ഷെ നിരന്തരം വളരണം, പ്രൊഫഷണൽ ആയിട്ട് മാറണം, വലിയ ബിസിനസ്സിലേക്ക് പോകണം, വലിയൊരു അവസ്ഥയിലേക്ക് എന്റെ ബിസിനസ്സിന് സിസ്റ്റമാറ്റിക് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഒരാൾക്കുണ്ട് എങ്കിൽ, ഞാനില്ലെങ്കിലും എന്റെ ബിസിനസ് റൺ ചെയ്യുന്ന രൂപത്തിലേക്ക് പ്രോപ്പറായിട്ട് സിസ്റ്റത്തിലൂടെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് റൺ ചെയ്ത് പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ മിനിമം 2 years എടുക്കും. മിനിമം ആണ്. ഇനി അത് മാത്രമല്ല, ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് മണി. ബിസിനസ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നതിന് അതിന് പല ടൂളുകൾ ആവശ്യമായിരിക്കും, പല ടീം മെമ്പേഴ്സ് ആവശ്യമായിരിക്കും, നല്ല രീതിയിലേക്കുള്ള കാര്യങ്ങൾ, മാൻ പവർ ആവശ്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ ഫിക്സിങ്, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഫിക്സിങ് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് 3 months 6 months നടത്താൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജിലുള്ള ഒരു ഫിക്സിങ് നമ്മുടെ ബിസിനസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? അതിന് ടീം വേണ്ടി വരും, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. കാരണം പലപ്പോഴും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി അതാണ്. നമ്മൾ അത്യാവശ്യം ട്രോമയുള്ള ആളാണ്, അത്യാവശ്യം പ്രശ്നങ്ങളുള്ള ആളാണ്, അത്യാവശ്യം കാര്യങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഈ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ വെറും തെറ്റായ ധാരണ. ആ വെള്ളം എടുത്തിട്ട് അങ്ങ് മാറ്റി വെച്ച് വരും. അത് അവിടെ കിടന്ന് തിളപ്പിക്കേണ്ട. അതിൽ കുക്ക് ചെയ്യാൻ ഒന്നും കുക്കാവില്ല. മനസ്സിലാകുന്നുണ്ട്? ആദ്യം മനസ്സിലാക്കേണ്ടത് there are limitations for me. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് ടീം വേണം, എനിക്ക് ബിസിനസ്സിൽ എന്താ വെച്ചാൽ എനിക്ക് ഗ്രോ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എനിക്ക് ടീം വേണം, എനിക്ക് ഹെൽപ്പ് വേണം, എനിക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ചെയ്യും. നമുക്ക് നമ്മുടെ തന്നെ രാവിലെ എണീപ്പിച്ചിട്ട് 5 മണിക്ക് എണീറ്റിട്ട് കുളിച്ച് ഫ്രഷായി നമ്മളുടെ ഡെയിലി റൂട്ടീൻ, നമ്മൾ പേഴ്സണലി ആസ് എ വ്യക്തി നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്ട് അല്ലേ? രാവിലെ എണീറ്റിട്ട് നമ്മളെ മെന്റൽ ക്ലാരിറ്റി നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. നമ്മൾ കുളിച്ച് ഫ്രഷ് ആകണം, പല്ല് തേക്കണം, ഈ പറഞ്ഞിരിക്കുന്ന പോലെ കുളിച്ച് ഫ്രഷ് ആകണം, കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രാർത്ഥന നടത്താനുണ്ട്, എക്സസൈസ് ചെയ്യാനുണ്ട്, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുണ്ട്. ഇതെല്ലാം കറക്റ്റ് നേരത്തിന് ചെയ്ത് പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങണം. ഇതിനിടയിൽ സോഷ്യൽ മീഡിയ, അത് ഇത് സംഗതികൾ, കുറെ കാര്യങ്ങൾ.
അപ്പൊ നമ്മളുടെ പേഴ്സണൽ ലൈഫ് ഒരു സാധനമുണ്ട്. ഇനി ഇത് പുറമെ ഇത് മാത്രമാണോ? നമ്മൾ ചിലപ്പം മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിത പങ്കാളി ഉണ്ട്, അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സംഗതികൾ നമുക്ക് പോകാനുണ്ട്. ഏതെങ്കിലും നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനുണ്ട്. ഇതൊരു സൈഡിൽ പോകാൻ, ഇതിന് പുറമെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്ന സംഗതി കൂടെ വരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ നാവിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഈ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് ട്രോമയും കൂടി ഉണ്ടായ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലാകുന്നുണ്ടോ? അടിപൊളി അല്ലേ? എന്നാ വാ പോവാം. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പൊ ഇതിൽ നമുക്ക് ട്രോമയും കൂടി ഈ സംഗതികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, വാട്ട് വി ക്യാൻ ഡു ഈസ് ലൈക്ക് വി ക്യാൻ ക്രിയേറ്റ്, വി നീഡ് ഹെൽപ്പ്. ബിസിനസ് റൺ ചെയ്യും. അപ്പോൾ ഇത്രയും പ്രൊജക്ടുകൾ ചെയ്യുമ്പോൾ വി നീഡ് ഹെൽപ്പ്. ഫാമിലി ലൈഫ് കുറച്ചെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് പോകുന്നതിന് കാര്യം ചിലപ്പോൾ ഫാമിലി ലൈഫ് ജീവിത പങ്കാളിയുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അവിടെ നിങ്ങൾക്ക് 2 പേരുള്ളത് കൊണ്ടാണ്. അവിടെ നിങ്ങൾ 2 പേരുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ട്, 3 പേര്, 4 പേരുണ്ട്. ദർ ഇസ് എ ടീം there. That's why your family is like manageable. Because പല കാര്യങ്ങളും പല ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നതുപോലെ when it comes to business, build a team. മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് അർഷാദ് ചോദിക്കുന്നു, ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘാതം എന്നാണ് അതിന്റെ മലയാള അർത്ഥം. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദന നിറഞ്ഞിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് എന്താ പറയാ ഇമ്പാക്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ക്യാരക്ടറിലും ബിഹേവിയറിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും. നമ്മളെ അത് ചേഞ്ച് ചെയ്യും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനാജനകമായ അനുഭവങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ബിഹേവിയറിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തും. അത് നമ്മൾക്ക് വലിയ പ്രശ്നമായി, നമ്മുടെ ഇമോഷൻസ് ഒന്നും മാനേജ് ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകുന്ന പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് പല ആൾക്കാർക്കും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ? പല ആൾക്കാർക്കും പ്രശ്നമുണ്ട് അല്ലേ? തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ലേ? അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് നമ്മളുടെ ബ്രെയിനിനെ ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻസിനെ ബാധിക്കും, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതികളെ ബാധിക്കും. അപ്പൊ അതിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അതൊക്കെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, ചലഞ്ചിങ് ആയി മാറുന്നു. അപ്പൊ ഇതൊക്കെ ഹീൽ ചെയ്യുക എന്നുള്ള ഒരു സൈഡിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ട്രോമ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മളുടെ ലൈഫിൽ നമുക്ക് പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ യു നീഡ് ഹെൽപ്പ്. ഒറ്റയ്ക്ക് ഈ സംഗതികൾ ചെയ്യുക എന്ന് പറയുന്നത് നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടത്താം. പക്ഷെ ചെറിയ പരിപാടിയായിട്ട് ഇരുന്നാൽ മതി. കുറച്ച് ബെറ്റർ ആക്കി കൊണ്ടുവരണം, കുറച്ചൊന്ന് ബിസിനസ് വളർത്തണം, കുറച്ചൊന്ന് ഉഷാറാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ യു നീഡ് ടീം. പിന്നെ ബിസിനസ്സിൽ എന്നും തളരാതെ ഉഷാറായിട്ട് നിരന്തരം പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ട്രോമ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് മസ്റ്റാണ്. വി നീഡ് ഹെൽപ്പ്. അതല്ലെങ്കിലും ഗ്രോ ചെയ്യണമെങ്കിൽ ഹെൽപ്പ് വേണം. ഇത് ചിലർക്ക് ഇതെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ മിനിമം ഒരു ചെറിയ ടീമാണെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്ന കിട്ടുണ്ണി സർക്കസ് ഉണ്ടല്ലോ, അതായത് സർക്കസ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നതും കിട്ടുണ്ണി തന്നെയാണ്, അതിന് ടിക്കറ്റ് വിൽക്കുന്നതും കിട്ടുണ്ണി തന്നെയാണ്, അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ ഷോ കാണിക്കുന്നതും കിട്ടുണ്ണി തന്നെയാണ്. ഇതെല്ലാം കൂടെ കിട്ടുണ്ണി ചെയ്യുമ്പോൾ എന്താവും, കിട്ടുണ്ണി ഒരു വിധാവും. ആ കിട്ടുണ്ണിക്ക് ട്രോമയും കൂടി ഉണ്ടെങ്കിൽ നന്നായി. ഒരു ദിവസം ചെയ്യും, 2 ദിവസം കടന്നുറങ്ങും, 3 ദിവസം ചെയ്യും, 4 ദിവസം ചെയ്യും, 5 ദിവസം ചെയ്യും, അതിന് പിന്നെയും പഴയ പോലെ തന്നെ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്താ ഇങ്ങനെ, എനിക്കിത് നടക്കൂല. ഹോട്ടൽ തുടങ്ങി കുടുങ്ങി പറഞ്ഞ മാതിരി. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ ഹോട്ടലിന്റെ പേര് അവസാനം ഇട്ടതാണ് തുടങ്ങി അവസാനം കുടുങ്ങി. പേര് അങ്ങനെയായി, നാട്ടുകാർ വിളിച്ച് അങ്ങനെയാക്കി. ചുമ്മാ പറഞ്ഞതാണ്, എന്റെ നാട്ടിൽ നടന്നൊന്നുമല്ല. അപ്പോ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാല് നമ്മൾ അധികം ആൾക്കാരും ബിസിനസ് തുടങ്ങി കുടുങ്ങിയ അവസ്ഥയാണ്. ഇനിയിപ്പോ ഇത് എന്താ ചെയ്യുക? അപ്പൊ ഉള്ള പൈസയും പോയി. ഏതോ മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടാണ്ടാണ്, പരിപാടിക്കൊക്കെ പോയാണ്ടാണ് ഈ ബിസിനസ് ഒക്കെ ഇവിടെ തുടങ്ങിയത്. അപ്പൊ ഇനി ആ കുടുങ്ങോ? അബ്ദുൽ മജീദ് ഇപ്പൊ അതാ ചിന്തിക്കണത്, ഞാനിപ്പോ ഇത് വെച്ചിട്ട് കുടുങ്ങോ? അപ്പൊ എന്താ വെച്ചാൽ ഗെറ്റ് ഹെൽപ്പ്. ഓക്കെ, ബി വെരി സീരിയസ്, ബി റെസ്പോൺസിബിൾ. സംടൈംസ് വി നീഡ് ടീം ടു ഹെൽപ്പ് അസ്. അപ്പൊ കംബാക്ക് സെറ്റ് ബാക്സിൽ നിന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സംടൈംസ് വി നീഡ് ലൈക്ക് നമുക്ക് ടീം വേണ്ടി വരും. ഇനി ഗ്രോ ചെയ്യണമെങ്കിലും ടീം വേണം.
And that's okay. So get the team. Who is your team? എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഇമോഷൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. So we all need team members, support to come back, to stay on track. At least ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ we need. അപ്പോൾ നമുക്ക് ടീം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടീം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ we have to be willing to the benefit sharing. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. മാക്സിമം അവരെ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്ന പരിപാടി പറ്റില്ല, അല്ലെ അവര് മാക്സിമം ചൂഷണം ചെയ്യാന്ന് പറയുന്ന പരിപാടി പറ്റില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ജെന്യുവൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ ഡൗൺ ആവുമ്പോൾ പോലും കാര്യങ്ങൾ ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുത്ത്, പേയ്മെന്റ് കൊടുത്ത്, പാക്കേജ് കൊടുത്ത് അവരെ നമ്മളെ കൂടെ നിർത്തും. ബിക്കോസ് നമ്മുടെ സർവൈവല് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. നമ്മളുടെ സെറ്റ് ബാക്സിൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചു നിൽക്കുന്നവരാണ്. നമ്മളുടെ ട്രോമ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡൗൺ ആയി പോകും, നമ്മുടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. They are the people. We need people to help us to get on track. Sometimes we need it, and that's okay. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ തന്നെ പറയും, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം. യെസ്, നമ്മൾ തന്നെ ചെയ്യണം. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സപ്പോർട്ട് വേണ്ടി. You got it? So to make a great comeback, you might need support. ഇപ്പൊ ടീം സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് എന്ത് ചെയ്യുക? മിനിമം വീക്കിലി ഒരു മീറ്റിംഗ് നടത്തണം. ടീമുമായിട്ട് ഇരുന്നിട്ട് നമ്മളുടെ ബിസിനസ് ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, കാര്യങ്ങൾ ഓക്കെയാണ്, കാര്യങ്ങൾ ട്രാക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുമോ? വി ഹാവ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി മീറ്റിങ്ങുകൾ വെക്കണം. അതാണ് അടുത്ത പോയിന്റ് പറയാനുള്ളത്. യു ഹാവ് ടു ഹാവ് എ കൺസിസ്റ്റന്റ് മീറ്റിംഗ്. കാരണം നിങ്ങളുടെ പ്രോഗ്രസ് കറക്റ്റ് ആണോ, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സ് ലൈക്ക് യു ആർ കൺസൾട്ടിങ് ടു എ ഡോക്ടർ. ഒരു ഡോക്ടറെ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് പീരിയോഡിക്കലി കൺസൾട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ന് വെച്ചാൽ പീരിയോഡിക്കലി നിങ്ങളുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ ടീമുമായിട്ട് നിങ്ങൾ കൺസൾട്ട്. യു ഹാവ് ടു കൺസൾട്ട്. മനസ്സിലാവുന്നുണ്ടോ? Then consult and create again and again the result. ഇതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ എന്ത് വേണം? അപ്പൊ കൺസൾട്ടന്റ് വേണ്ടി വരും. കൺസൾട്ടന്റ് വേണം എന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ടീമായിട്ട് ഇരിക്കണം. സോ ആ ഒരു ഡിസ്കഷൻസ് നടത്താനുള്ള ഒരു ടീമെങ്കിലും വേണം. വി നീഡ് സം. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇത് ചെയ്യാം നമ്മുടെ ബുദ്ധി മാത്രമാണ്. പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിനെ നോക്കി കാണുന്നത് നമ്മളുടെ വേദനകളിൽ നിന്നായിരിക്കും, നമ്മളുടെ പ്രയാസങ്ങളിൽ നിന്നായിരിക്കും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ട്രോമ അവസ്ഥയിൽ നിന്നായിരിക്കും നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ കാണുന്നത്. എന്നാൽ നമ്മളുടേതല്ലാത്ത, നമ്മൾ അങ്ങനെയുള്ള ഒരു ആംഗിളിൽ നിന്ന് അല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കി കാണുമ്പോൾ റിയാലിറ്റി നമുക്ക് കിട്ടും. അതിനെ പറ്റിയ സുഹൃത്തുക്കളെങ്കിലും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ നമുക്ക് വേണം. ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് ഗെറ്റ് എ ടീം കേട്ടോ. അതിനെപ്പറ്റി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതല്ല, ബിസിനസ് സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതല്ല. ഒരു ചെറിയൊരു ബിസിനസ്, നിങ്ങളുടേതായ ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. അറ്റ്ലീസ്റ്റ് അവരോട് പറയാം, നമുക്ക് നമ്മുടെ ബിസിനസ്സുകൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം, പരസ്പരം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നമ്മൾ കണ്ടെത്തും. ഒരാളെങ്കിലും വേണം. ആ ഒരാളോടെങ്കിലും എന്റെ ബിസിനസ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പ്രകാരം ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ, മീറ്റിംഗ് ഒരു ഡിസ്കഷനിൽ ഇരിക്കാൻ പറ്റുമോ? എന്നിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കുക. അങ്ങനെ വിൻ വിൻ സിറ്റുവേഷൻ അങ്ങനെയെങ്കിലും ചെയ്യും. ഞാൻ പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഇഫ് യു ഡോണ്ട് ഹാവ് മണി, യു ക്യാൻ ഗെറ്റ് എൻ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ബൈ ഹെൽപ്പിംഗ് ബോത്ത് ഓഫ് യു ഈച്ച് അതർ. ലൈക്ക് നിങ്ങൾ പരസ്പരം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഡു ദാറ്റ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ്സ് എ വൺ ഗുഡ് ഐഡിയ, റൈറ്റ്? നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതിനുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തണം. എവിടുന്ന് കണ്ടെത്തും? ഗെറ്റ്. അതിനാണ് നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം, കമ്മ്യൂണിറ്റി സംഗതികളൊക്കെ അതിന് ഉപയോഗപ്പെടുത്താം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്ന്, നമ്മുടെ ടീമിൽ നിന്ന് എന്ത് ചെയ്യണം? കാണുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാളെയും മിസ്യൂസ് ചെയ്യരുത്, ഒരാളെയും അബ്യൂസ് ചെയ്യരുത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ പണം ഉദ്ദേശിച്ചുകൊണ്ട് പണം ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഗതികളൊക്കെ ചെയ്തിട്ട് ഒരിക്കലും പോകരുത്. മറിച്ച് എന്താ വെച്ചാൽ മെന്റൽ ഹെൽപ്പ് കൊടുക്കുക. മെന്റൽ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ബിസിനസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, സ്ട്രാറ്റജിക് തിങ്കിങ്ങിന് വേണ്ടിയിട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്യും.
ആൻഡ് യു ഡിസ്കസ്. മനസ്സിലാവുണ്ടോ? ഓർ യു ക്യാൻ പ്രൊവൈഡ് പാർട്ണർഷിപ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ണറെ കൊണ്ടുവരും. കാരണം പലപ്പോഴും വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും വലിയ ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യണം നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ചില ഡിപ്പാർട്ട്മെന്റിൽ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള മിനിമം 5 to 6 or 10 years എക്സ്പീരിയൻസ് ഉള്ള, ഏറ്റവും നല്ലത് ഒരു 10 years എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 7 years എക്സ്പീരിയൻസോ ഉള്ള ഒരാളെ നിങ്ങളുടെ പാർട്ണറാക്കി കൂട്ടിക്കഴിഞ്ഞാൽ 10 വർഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഗതി. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 വർഷത്തെ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾ കൊണ്ടുവരുന്ന ആള് 10 വർഷം ആ യാത്ര ചെയ്ത ആളാണ്. അയാൾക്ക് ഈ പണി അറിയാം. അയാളെ പാർട്ണറാക്കി കൂട്ടിക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, അയാളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ അയാളുടെ ഒരു ജെന്യൂനിറ്റി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ അദ്ദേഹത്തിന് പണി അറിയാം, അദ്ദേഹം നിങ്ങളെ പൈസയും കൊണ്ട് അദ്ദേഹം പോവും. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അവസാനം എന്താവും, അദ്ദേഹത്തിന് നിങ്ങളുടെ പൈസ പോകും, നിങ്ങൾ പണി പഠിക്കും, പണി കിട്ടും, പണി പഠിക്കും, അവസാനം എന്ത് ചെയ്യും, അങ്ങനെ സംഗതികൾ. അപ്പം ഒന്ന് പരമാവധി ശ്രദ്ധിക്കണം. പക്ഷെ പണി അറിയുന്ന ആൾക്കാരെ കൂടെ കൂട്ടാം. വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരാണ്, നല്ല ട്രാക്ക് റെക്കോർഡാണ്, നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹം ജെനുവിൻ ആണ്, നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്, ജസ്റ്റ് വെറും വർത്താനമല്ല, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ആൾക്കാർ, ആ ഒരു കൾച്ചറുള്ള ആൾക്കാരുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം ഉള്ള. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ണറായി കൂട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, 10 വർഷമൊക്കെ മുന്നോട്ട് പോകാൻ പെട്ടെന്ന് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ 10 വർഷം നിങ്ങളായിട്ട് പഠിച്ച് മനസ്സിലാക്കി പരാജയപ്പെട്ട് പഠിച്ചെടുക്കണമുണ്ട്. പല കാര്യങ്ങളും സ്പീഡ് കൂട്ടുന്നത് ട്രസ്റ്റിലാണ്. വിശ്വസിക്കണം, കാര്യങ്ങൾ ട്രൈ ചെയ്തു. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള അഗ്രിമെന്റും സംഗതികളൊക്കെ വേണം. വെറുതെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് ഓടിച്ചാടി കൂട്ടരുത്. ടെമ്പററി എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു ആശയം കേട്ടിട്ട് വാവ് എന്ന് പറഞ്ഞു കണ്ട് എന്ത് ചാടി കയറിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും മിനിമം 3-4 ദിവസമോ ഒരാഴ്ചയൊക്കെ ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതിനുവേണ്ട അഗ്രിമെന്റ് ഉണ്ടാക്കി പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ പണിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറഞ്ഞതാണ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുന്നത് നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പണിയെടുക്കുക, വേറെ വഴിയൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആകുമ്പോൾ നമുക്ക് വേറെ ഒരാളുടെ കീഴിൽ പണിയെടുക്കണ്ടല്ലോ, കുറച്ച് റെസ്റ്റ് എടുക്കാൻ, റിലാക്സ് ചെയ്യാനല്ല, 20 ഇരട്ടി പണിയെടുക്കണം. പിന്നെ ബിസിനസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പണിയെടുക്കുക, എന്നിട്ട് എന്ത് വെച്ചാൽ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിലാണ് പാഷൻ, ആ പണിയെടുക്കുന്നതിലാണ് പാഷൻ. എന്നിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, റിസൾട്ട് ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ആ സ്റ്റുഡന്റിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ പോയി കാണണ്ട, നിങ്ങൾക്ക് എന്താ വെച്ചാൽ സോയാബാത്ത് വരുന്നത് നമ്മുടെ ചാർജ് പ്രോഗ്രാമിൽ വന്നിരുന്ന ആള്. ചാർജ് പ്രോഗ്രാമിൽ വന്ന സമയത്ത് ബിസിനസ് ഒന്നും സംഗതികളൊന്നും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവാതെ ചാർജ് ടീമിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ പുള്ളി ഒരു ആശയം കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നീട് പാർട്ണർഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്ന് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട്, ആ ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ഇപ്പം 11 ഷോറൂമുകൾ ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ സ്റ്റോറി സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്നലെ എനിക്ക് ആ വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു, ആ ഇന്റർവ്യൂവിന്റെ വീഡിയോ. അപ്പം അദ്ദേഹം വലിയ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, കാറിന്റെ ഡിക്കിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ഷിഹാബ് എന്നാണ് പേര്, താനൂരുകാരനാണ്. അപ്പം ഷിഹാബ് നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ചാർജ് പ്രോഗ്രാമിൽ വരികയും അവരൊരു ടീമായിട്ടാണ്, കുറെ ആൾക്കാരുണ്ടാവും, കുറെ ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പം അവർക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ബെസ്റ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ബിസിനസ് ചെയ്യുന്ന കുറെ ചെറുപ്പക്കാർ കൂടിയിട്ട്. അപ്പൊ അവര് പല ട്രെയിനിങ് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് എങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പല ട്രെയിനർമാരുമായിട്ട് ഉടക്കിയിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കംഫർട്ടബിൾ ആയതും ട്രെയിനിങ് ഇഷ്ടപ്പെട്ടതും ഒക്കെ നമ്മുടെ ചാർജ് പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാർജ് പ്രോഗ്രാമിന്റെ വലിയ വെൽവിഷേഴ്സ് ആണ് അവർ. അപ്പൊ ഇന്നലെ എനിക്ക് എന്താ വെച്ചാൽ അവര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരാൾ പറയുന്നു എന്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. ഒക്കെ അപ്പൊ ഷിയാബ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിംഗ് മെന്റാലിറ്റി ഉണ്ട്, വർക്ക് ചെയ്യാനുള്ള ഒരു പാഷൻ.
ഫുൾ ടൈം എനർജിയിലാണ്, എനർജി ബേസ്റ്റിലാണ് പുള്ളി ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു പാഷൻ, പഠിക്കാൻ, ബിസിനസ് പഠിക്കാൻ, ഒന്നും അറിയാത്തടന്ന് നല്ല ട്രെയിനർമാരുടെ അടുത്ത് പോയി പേയ്മെന്റ് കൊടുത്ത് പൈസ കൊടുത്തിട്ട് ബിസിനസ് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു, ചാർജ് പ്രോഗ്രാമിൽ. അങ്ങനെ വന്നിട്ട് എന്താ വെച്ചാൽ പ്രോഗ്രാമിൽ വരുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഐ വുഡ് ലവ് ടു ഡു, ഞാനൊരു ആശയം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ വരാൻ തയ്യാറാണോ? ആഴ്ചയിൽ ഒരു ദിവസം കാലിക്കറ്റ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണ് എങ്കിൽ, ആർ യു റെഡി ടു കം? ബിസിനസ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സമയമുണ്ടാവും. ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യുക, ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണ്? അങ്ങനെ ഒരു പ്രോഗ്രാം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബിസിനസ് ക്ലബ്ബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ അതിൽ വരിക, പങ്കെടുക്കുക. അതിലെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സിനെ കണ്ടെത്താം. നിങ്ങളുടെ ബിസിനസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി കൻ ക്രിയേറ്റ് എ ക്ലബ് ഫോർ ദാറ്റ്. അപ്പൊ അത് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയ പീരീഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1 month ഓർ ലൈക്ക് ആദ്യം നമുക്ക് എന്താ വെച്ചാൽ വി ക്യാൻ ഡു ഇറ്റ് ഫോർ 1 month. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് സക്സസ്ഫുൾ, എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആണ്. കാരണം നമുക്ക് അറിയില്ല, കാരണം യാത്ര ചെയ്ത് വരണം സംഗതികൾ. പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് സീരിയസ് മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ കോച്ചിങ് ലഭിക്കാനും അതിലൂടെ ബിസിനസ് അനലൈസ് ചെയ്യാനും ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. സോ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം, ബിസിനസ് പ്രോഗ്രാം, ആഴ്ചയിൽ ഒരു ദിവസം ഒത്തുകൂടുന്ന ബിസിനസ് പ്രോഗ്രാം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഐഡിയാസിനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനും അവരുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ട്രോമാസ് ഹീൽ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ക്ലബ്. സോ വിൽ ഡു ഇറ്റ് ഫോർ ലൈക്ക് 1 month. Then we will, if it is working out very well, then we will continue for 3 months. Then we will be doing it for like in the whole year. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്തു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഒരു സംഗതി ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഇഫ് യു ആർ ലൈക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വരാൻ സാധിക്കും, പോസിബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരേണ്ടി വരും, പാലക്കാട് നിന്ന് വരേണ്ടി വരും, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരേണ്ടി, ഐ ഡോണ്ട് നോ, ബട്ട് യു ഹാവ് ടു ബി there, കം ആൻഡ് ലൈക്ക് പാർട്ടിസിപ്പേറ്റ്. ഈ രൂപത്തിൽ എന്താ വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ദർ വിൽ ബി എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദാറ്റ്. ഈച്ച് പ്രോഗ്രാമിനും അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, സംഗതികൾ ഉണ്ടാവും. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ ബിസിനസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിനെ ചിന്തിക്കണം, കാണണം. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് എന്താ വെച്ചാൽ നിങ്ങൾ കാണേണ്ടത് എന്താ വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഐ ക്യാൻ ഹെൽപ്പ് യു. I can actually help you. So, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ക്ലബ്ബ് പോലെ, ഒരു ബിസിനസ് ക്ലബ്ബ് പോലെ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ആശയങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് ആഴ്ചയിൽ ഒരു ദിവസം ആകുമ്പോൾ പ്രശ്നമില്ല. വി ക്യാൻ കണ്ടിന്യൂ ടു ലൈക്ക് വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് നമ്മുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ തന്നെ നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരാം. ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റ് പരിപാടിയും കൂടിയാണ്. അതിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ചെറിയ ബിസിനസ്സുകാരാണെങ്കിലും അതിലേക്ക് വന്ന് 1-2 സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അത് നല്ല കണക്ഷൻസ്. കാരണം നമുക്കൊക്കെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ എത്ര ഈ മോർണിംഗ് സെഷനിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കുമ്പോഴാണ്, നല്ല ക്വാളിറ്റി ബന്ധങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ചേഞ്ച് ആവുന്നത്, ശരിക്കും ട്രാൻസ്ഫോർമേറ്റീവ് ആവുന്നത്, ശരിക്കും നിങ്ങൾ ശരിക്കും ഷിഫ്റ്റ് ചെയ്യും. അവിടെയാണ് നമുക്ക് പുതിയ ബന്ധങ്ങളും കാര്യങ്ങളും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിനു വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ചിട്ട് യാത്ര ചെയ്ത് വരാൻ തയ്യാറാണ് എങ്കിൽ നമ്മൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്, മൂവേഴ്സ്, നോൺ മൂവേഴ്സ്. നമ്മളിൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ നമ്മുടെ അധികം ആൾക്കാരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ എനിക്കെല്ലാം എന്റെ നാട്ടിൽ കിട്ടണം, എന്റെ സൗകര്യത്തിൽ കിട്ടണം, എന്റെ കംഫർട്ടിൽ കിട്ടണം. ആ തിങ്കിങ് നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് എവിടെയാണെങ്കിലും യാത്ര ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു മാനസാവസ്ഥയിലേക്ക് എത്താം. പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് പ്രയാസമൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും ഇതൊക്കെ വ്യാപിപ്പിക്കാനുള്ള അവസരങ്ങളും സംഗതികളൊക്കെ നമുക്ക് പതിയെ ആലോചിക്കാം. ബട്ട് വാട്ട് വി ക്യാൻ ഡു നൗ is we can do this program.
അപ്പം ആദ്യത്തെ കുറച്ച് എന്താ പറയുക, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ചലഞ്ചുകളുണ്ട്. ചലഞ്ചുകൾ ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ വി വിൽ ഡു ഇറ്റ് ഫോർ 1 month. അപ്പം ഒരു 1 monthന്റെ കുറച്ച് ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ സെറ്റ് ചെയ്യും. ആൻഡ് ദെൻ വി വിൽ ഡു ദ പ്രോഗ്രാം ആൻഡ് വി ക്യാൻ. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. സോ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൂടെ സഹായിക്കാൻ വേണ്ടി. ഓക്കെ, സോ വി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് ഓൾ ദീസ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ ഓൺ ദ വേ ആണ്. ഇതിൽപ്പെട്ട ഒരാശയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. എന്തിനാണ് ഞാനിത് ഇങ്ങനെ കമ്മ്യൂണിറ്റി, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ പ്രോഗ്രാമാണ്. ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെ ഓരോന്ന് അനൗൺസ് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പലരും ചോദിച്ചാൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യൂ, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് കൺസൾട്ടിങ് വേണം, ബിസിനസ് സപ്പോർട്ട് വേണം, ഈ സംഗതികൾ വേണം. ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ. ഇതിനൊക്കെ എല്ലാവരുടെയും പേഴ്സണലായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾ റിപ്ലൈ കൊടുത്തിട്ട് ഓരോന്ന് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ടൈം മാറ്റി വെക്കാനോ പ്രോപ്പറായിട്ട് എനിക്ക് കഴിഞ്ഞോളുന്നില്ല. പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എത്തിച്ച് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സുകൾ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രോബ്ലംസും നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിയും. ഇന്ന് തന്നെ നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ, ആശയങ്ങൾ ഇവിടെ പറഞ്ഞു. അല്ലേ, ഓഫ്ലൈൻ തന്നെയാണ്, ഓഫ്ലൈൻ പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചോദ്യത്തിനുള്ള ഒരു ആൻസർ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, എനിക്കാണ് പ്രശ്നം അല്ലെ, ഇന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ്സിൽ കുറെ ആശയങ്ങൾ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സംഗതികൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയുള്ള ചില സംഗതികൾ നമ്മളുടെ തന്നെ മൈൻഡിലുണ്ട്. നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള തിങ്കിങ്ങും സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്താ വെച്ചാല് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആശയങ്ങൾ തന്നതുപോലെ പലതും നിങ്ങൾ പതിയെ പതിയെ ചേഞ്ച് ആക്കും. ഈ ഒരു ഓൺലൈനിലുള്ള ഇതിനപ്പുറത്തേക്ക് ഓഫ്ലൈനിലും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രസൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. സോ വി ക്യാൻ സ്റ്റാർട്ട് സ്ലോലി, സ്മോൾ ലെവൽ പതിയെ എന്ത് ചെയ്യാൻ നമുക്ക് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരണം. യു കൻ ബിൽഡ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ തന്നെ ലീഡർഷിപ്പ്, ഈ പ്രോഗ്രാം ഈ ഒരു സംഗതി നമ്മൾ കൊണ്ടുപോകുന്നതിൽ നിങ്ങളെ തന്നെ ലീഡർഷിപ്പ് അതിന് ഭാഗമായിട്ട് ആവശ്യമാണ്. നമുക്ക് ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആസ് എ ബിസിനസ്മാൻ എനിക്ക് എന്റെ ബിസിനസ്സിലെ അറിവിന്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെടാറ്. അല്ല, പേഴ്സണൽ ലൈഫിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. ആ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാൻ ചെറുപ്പം മുതൽ നമ്മൾക്ക് രണ്ട് സൈഡിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. കരിയർ വൈസ് ആയിട്ടുള്ള നോളജ് വേണം, എക്സ്പീരിയൻസ് വേണം, സംഗതികൾ വേണം, സപ്പോർട്ട് വേണം. ബിസിനസ് ബേസ് ചെയ്തിട്ടുള്ള നോളജ്, സപ്പോർട്ട്, സംഗതികൾ, അറിവുകൾ, സംഗതികൾ, കണക്ഷൻസ്, സപ്പോർട്ട്, ഇതെല്ലാം നമുക്കൊരു സൈഡിൽ വേണം. സ്കില്ല് വേണം, കാര്യങ്ങൾ വേണം. എന്നാൽ പേഴ്സണലി ആസ് എ വ്യക്തി ഈ ബിസിനസ് എന്നുള്ളതല്ല, ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഹെൽപ്പ് ആവശ്യമാണ്, ഒരുപാട് ഗ്രോത്ത് സപ്പോർട്ട് ആവശ്യമാണ്, ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണ്, ഹീലിംഗ് ആവശ്യമാണ്. ഇതിനെ രണ്ടിനെയും കൂടെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് വേണ്ട ഒരു 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 എന്റർപ്രണോറിയൽ ഹബ്ബാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് എന്ന് ലോഞ്ച് ചെയ്യും, എപ്പോൾ ലോഞ്ച് ചെയ്യും, ഐ നീഡ് ടൈം വേണം. ഞാൻ നിങ്ങളായിട്ട് ആശയം ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ആ ഒരു ഇതിനൊക്കെ കാണിക്കുന്ന സപ്പോർട്ടിലൂടെയാണ്. എല്ലാ സെഷനിലും എല്ലാ ആഴ്ചയിലും വരണം നിർബന്ധമുണ്ട്? ഇല്ല, അങ്ങനെ നിർബന്ധവും നമ്മൾ വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പരമാവധി അത്രയും വന്നു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുണം ചെയ്യാനും തീർച്ചയായിട്ടും വരുമ്പോഴാണ് അതിന് ഗുണം ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. 2-3 പ്രോജക്ട്സുകൾ ഇനി വരാനിരിക്കുന്നുണ്ട്, ഓഫ്ലൈൻ ഇവന്റ്സുകൾ വരാനിരിക്കുന്നുണ്ട്, ബിസിനസ് പ്രോഗ്രാമുകൾ വരാനിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ബിസിനസ് ക്ലബ് പ്രോഗ്രാമും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതെല്ലാം നമ്മളുടെ ഓൺ ദ വേയിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ എന്തിനാ ഇതിപ്പോൾ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ബി പ്രിപ്പയർഡ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വരുന്നു, ക്ലാസ്സുകൾ ലഭിക്കുന്നു. ചില ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഡെയിലി ഇങ്ങനെ ക്ലാസ് ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ദർ ആർ ഇംപ്രൂവ്മെന്റ്സ് വിച്ച് ഇസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ അതെന്താ വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു സംഗതി ഇതിന്റെ ഭാഗമാണ്. സോ ദാറ്റ്സ് വൈ
കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് ഓക്കെ ഫൈനൊക്കെ ഉണ്ടാവണം എന്നാ പറയുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോ നമ്മളുടെ ഗ്രൂപ്പിലേക്ക്, നമ്മളുടെ ഈ ഒരു മോർണിംഗിൽ ഇന്നത്തെ സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഈ ഒരു നിരന്തരമായിട്ടുള്ള ടീമിന്റെ കൂടെ നിന്നിട്ട് കാര്യങ്ങൾ ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം, ദിസ് ഈസ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരാണെങ്കിലും നമുക്ക് സീരിയസ് ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആക്കി, പ്ലാറ്റ്ഫോം ആക്കി പതിയെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമ്മൾ ചിലപ്പം കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് ഇനി 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും 15 പേരാണെങ്കിലും 20 പേരാണെങ്കിലും ആ കുറച്ച് പേരെ വെച്ച് തുടങ്ങി അതിനെ പതിയെ ഗ്രോ ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അപ്പൊ മറക്കരുത്, വിൽ ബി സ്റ്റാർട്ടിങ് ദാറ്റ് സൂൺ. സ്റ്റേ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.